2026 ന്യൂ ഇയറിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങളോട് ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഓരോ വർഷവും ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ കയ്യിൽ കൃത്യമായ പദ്ധതികളുണ്ട്. ദൈവം ഒരു അപ്പനെ പോലെ എന്റെ മകൻ 2026 ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കർത്താവായ ദൈവം അവിടെ ഓൾറെഡി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ന്യൂ ഇയറിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്, സർവശക്തനായ ദൈവമേ, എന്താണ് 2026 നീ എന്നെ കുറിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി? അതിലൂടെ മാത്രമേ ഈ വർഷം മുഴുവനും ഞാൻ നടക്കാൻ പാടുള്ളൂ. അത് സ്ട്രഗിളുകൾ നിറഞ്ഞതാണെങ്കിലും സന്തോഷം നിറഞ്ഞതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കാൻ 2026 എനിക്ക് സാധിക്കണം. മറ്റൊന്ന്, നിങ്ങൾ ഒരു പോരാട്ടവും തനിച്ചല്ല എന്ന് മനസ്സിലാക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഈ വർഷത്തിൽ പോകുന്നത്. ഒരു ഉയർച്ചയാണ്, ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിശുദ്ധരുടെ മാതൃകയനുസരിച്ച് എളിമയുള്ളവരായിട്ട് തുടരാൻ ശ്രമിക്കണം. കാരണം അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എളിമയോടുകൂടെ ഈ ഒരു വർഷത്തെ നേരിടാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഇനി കർത്താവ് വിശുദ്ധരുടെ അതേപോലെ തന്നെ സഹനങ്ങളും സംഘർഷങ്ങളും ഒക്കെ തരാനാണ് നമ്മൾക്ക് ശ്രമിക്കുന്നതെങ്കിലും അപ്പോഴും നമുക്കൊരു വലിയ വിശുദ്ധരുടെ ഗണമുണ്ട്. ജീവിതം ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സഹനങ്ങളുടെ സമയത്ത് എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. നമ്മൾ ഒരു പോരാട്ടത്തിലും തനിച്ചല്ല. നമുക്ക് വേണ്ടി കർത്താവ് പൊരുതാൻ തയ്യാറായി നിൽക്കുന്ന സമയങ്ങളുണ്ട്. ദൈവം നമ്മളെ ഒരുക്കും. അതായത് സഹനങ്ങളുടെ സ്ട്രഗിളുകളുടെ നടുവിൽ നിങ്ങളൊരു പോരാളിയായിട്ട്, ഒരു പടയാളിയെ പോലെ, കർത്താവിന്റെ പടയാളിയെ പോലെ നിങ്ങളായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സോ അങ്ങനെ വരാനിരിക്കുന്നത് ഒരു സ്ട്രഗിൾ ഫുൾ നിങ്ങളെ രൂപപ്പെടുത്തുന്ന, നിങ്ങൾക്കൊരു ഫോർമേഷൻ തരുന്ന കുറച്ച് സ്ട്രഗിളുകൾ നിറഞ്ഞൊരു സംഗതിയാണെങ്കിലും നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ല നേരിടാൻ പോകുന്നത്. നിങ്ങളുടെ ദൈവമുണ്ട്, സ്വർഗീയ ഗണം മുഴുവനുമുണ്ട്. പ്രവാചകൻ പറഞ്ഞതുപോലെ കണ്ണ് തുറന്ന് നോക്കുക, നമുക്ക് ചുറ്റും ഒരു വലിയ സമൂഹമുണ്ട്. സോ ജീവിതം ഈ വർഷം നിങ്ങളെ ഒന്ന് ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരും. ദൈവത്തിന് അറിയാം, ഒരു കാരണം ഉണ്ടായിരിക്കും ദൈവം നമുക്ക് സഫറിങ് തരുന്നതിന്. അങ്ങനെ ഒരു സ്ട്രഗിൾ ഫുൾ ജേണിയാണ് നടത്തുന്നത്. നിങ്ങളൊന്ന് ശക്തമാക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് ചാലഞ്ചുകൾ തരുന്ന ഒരു ലൈഫ് ജേണിയാണ് 2026 നിങ്ങൾ നയിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ചുറ്റും ഒരു വലിയ സ്വർഗീയ ഗണവും നിങ്ങളുടെ കാവൽ മാലാഖമാരും മറ്റു മാലാഖമാരുടെയൊക്കെ ഒരു ഗണം, സൈന്യം തന്നെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ പേടിക്കാതെ ഈ വർഷത്തെ നേരിടാൻ സാധിക്കണം. അപ്പൊ അനുഗ്രഹങ്ങളിൽ എളിമയോടുകൂടി ആയിരിക്കാനും അഥവാ സഹനത്തിന്റെയും സ്ട്രഗിളുടെയും സമയത്ത് ആത്മധൈര്യം കൈവെടിയാതെ ഈ വർഷത്തെ നേരിടാനും സർവശക്തനായ ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് നമ്മളെ കുറിച്ചുള്ള പദ്ധതി 2026 ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ആയിരിക്കണം എന്നാണ് അപ്പ നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുക. ഒരു നല്ല വർഷം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ തന്നെ ഒരുക്കുക. ആത്മീയ ശക്തി കൊണ്ട് 2026 നേരിടാനും 2026 ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.